ബഹുമാനായ ശ്രീ ശശി തരൂർ അദ്ദേഹം പാർലമെൻറ്റ് അംഗമായത് കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ടാണ്. കോൺഗ്രസിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹം അംഗമായി വന്നപ്പോൾ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി കഠിനാധ്വാനം നടത്തിയിട്ടുള്ളത് നമ്മുടെ ഈ സംസ്ഥാനത്തെ പാവപ്പെട്ട ആളുകളാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വോട്ടർമാരെന്നുള്ള നിലയിൽ അത്തരത്തിലുള്ള ആളുകൾ കൊടുത്ത സഹായങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ് ഈ സ്ഥാനത്തേക്ക് വരാൻ കഴിഞ്ഞത്. അപ്പോൾ ആ സ്ഥാനമാനത്തേക്ക് വരുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെയും അതുകൂടാതെ തന്നെ ഇന്ത്യയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെയും പ്രത്യേകമായി ഒരു ശ്രദ്ധ കൊടുക്കുവാനും കോൺഗ്രസിൻ്റെ ഒരു നിയന്ത്രണത്തിൽ എത്തിച്ചേരുവാനും ആരാണെങ്കിലും, ഇപ്പോൾ ശശി തരൂരെന്ന് മാത്രമല്ല, അത് ഞാനാണെങ്കിലും ആരാണെങ്കിലും അതിന് തയ്യാറാകണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. വളയത്തിനുള്ളിൽ നിന്നുകൊണ്ട് എന്ത് പ്രവർത്തനം നടത്തുന്നതിലും ഒരു തെറ്റുമില്ല. പക്ഷേ വളയത്തിന് പുറത്തു പോയി പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പല അഭിപ്രായങ്ങളും സ്വാഭാവികമായി ഉണ്ടാകും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ അതൊരു വിഷയമായി ചർച്ച ചെയ്യപ്പെടുന്നത്. അല്ല, വളയത്തിന് പുറത്ത് പോകാതിരിക്കട്ടെ, അതൊക്കെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ആഗ്രഹം അത് തന്നെയാണ്. ഈ യുദ്ധമുണ്ടായ ശേഷം അദ്ദേഹത്തിന്റെ എല്ലാ പ്രതികരണങ്ങളും ആദ്യമായിരുന്നു സർക്കാരിനെ പിന്തുണയ്ക്കുക, സൈന്യത്തെ പിന്തുണയ്ക്കുക എന്നതിനപ്പുറത്തേക്ക് ഈ BJP നിലപാട് പറയാവുന്ന രീതിയിലേക്ക് അദ്ദേഹം മാറി തോന്നിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് അത്തരത്തിൽ വിലയിരുത്തൽ നടത്തിയൊരു വർത്തമാനം പറയേണ്ട ഒരാളല്ല ഞാൻ. കാരണം അദ്ദേഹം പറയുന്ന വാക്കുകൾ കേൾക്കുകയും അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ പല സംശയങ്ങളും ഉളവാകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും മലബാറിലെ മുസ്ലിം വിഭാഗത്തെ സമസ്ത അടക്കമുള്ള മുസ്ലിം വിഭാഗത്തെ വലിയ തോതിൽ LDF-ലേക്ക് ആകർഷിക്കാനുള്ള ശ്രമം നടത്തുന്നു. പലപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും ലീഗിനെ വരെ സ്വാഗതം ചെയ്യുന്നു. അപ്പൊ അത്തരം ഒരു ഇനി മുന്നണി രാഷ്ട്രീയത്തിൽ അത്തരം ഒരു കാര്യങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായം ബന്ധപ്പെടുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? ഞങ്ങൾ എന്തായാലും UDF-ൻ്റെ പ്രവർത്തനം ആരംഭിച്ചതേ ഉള്ളൂ. അപ്പോൾ UDF-ൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് ഭാഗമായിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ കോഴിക്കോട് വന്നത്. നാളെ മലപ്പുറത്ത് പോകുന്നു. ഞങ്ങൾ UDF-ൻ്റെ യോഗം ഇതുവരെയും വിളിച്ചു ചേർത്തു. ആ UDF-ൻ്റെ യോഗം വിളിച്ച് ചേർത്തതിന് ശേഷം ഇവിടെ എടുക്കേണ്ട നിലപാടുകൾ ഏതൊക്കെ തരത്തിലായിരിക്കണം എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ഒരു രൂപരേഖ തയ്യാറാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി ഈ വരും ദിവസങ്ങൾ മുമ്പോട്ട് പോകും. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് 2025-2026 2025 നടക്കാൻ പോകുന്ന പഞ്ചായത്ത്, മുനിസിപ്പൽ, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഒന്ന്, രണ്ടാമത് നടക്കാൻ പോകുന്ന 26 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് ഇത് രണ്ടും ഏറ്റവും പ്രധാനപ്പെട്ടതെന്നുള്ള നിലയിൽ ഞങ്ങൾ എല്ലാവരെയും ഒത്തുചേർത്തുകൊണ്ട് മുൻപോട്ട് പോവുക എന്ന ലക്ഷ്യത്തോടു കൂടി എന്തായാലും മുൻപോട്ട് പോകും. പ്രധാനപ്പെട്ട ഒരു സമിതിയിലെ അംഗം അദ്ദേഹത്തിന്റെ പേര് BJP-യോടൊപ്പം ചേർത്ത് പറയപ്പെടുന്നു, അല്ലെങ്കിൽ ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ മറ്റും ഉപയോഗിക്കുന്നത് തന്നെ ഒരു ക്ഷീണമുള്ള കാര്യമല്ലേ പാർട്ടിക്ക്? അല്ല, അദ്ദേഹം ചോദിച്ചത് എനിക്ക് വ്യക്തമായി. പേര് BJP-യുമായി ചേർത്ത് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ക്ഷീണമല്ലേ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ. ഇതോടനുബന്ധിച്ചാണ് അല്ല ഞാൻ ചോദിച്ചത്. രണ്ടും കൂടെ ഒന്നിച്ചു പറഞ്ഞാൽ മതി. ചില കയ്യടികൾക്ക് വേണ്ടി അദ്ദേഹം ചില വിവാദങ്ങളുടെ കയ്യടികൾക്ക് വേണ്ടി അങ്ങനെ പറയുന്നുണ്ടോ? അങ്ങനെ തോന്നൽ അങ്ങനെയുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞില്ല. പക്ഷേ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള നിലയിൽ വളയത്തിനുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഞങ്ങളൊക്കെ KSU കാലഘട്ടം മുതൽ 1970 മുതലുള്ള പ്രവർത്തനങ്ങൾ ആരംഭം കുറിച്ചാണ്. അതുമുതൽ ഇങ്ങോട്ടുള്ള ഓരോ ഘട്ടങ്ങളിലും നടത്തിയിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും വെച്ച് നോക്കിയാൽ ഈ പ്രസ്ഥാനത്തിനുള്ളിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനത്തിനാണ് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഈ പ്രസ്ഥാനത്തിന് പുറത്തേക്ക് പോയി ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളാരും നിറവേറ്റിയിട്ടില്ല. ഇപ്പോൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ ആ കുറ്റപ്പെടുത്തലിന് ആരെങ്കിലും അങ്ങനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ടെങ്കിൽ പോലും അതിന് കാരണക്കാരൻ ഞങ്ങളാരുമല്ല. ഞങ്ങൾക്ക് ഒരു ക്ഷീണവുമില്ല, അതിനൊന്നും തെറ്റിദ്ധരിക്കണ്ട. ഒരു ക്ഷീണവും
ഒരു ക്ഷീണവും കേരളത്തിൽ ഉണ്ടാകത്തില്ല. അത് വരുന്ന തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടാനുള്ള അവസരമുണ്ട്. ശശി തരൂരിന്റെ വാക്കുകളിൽ സംശയമാണോ? ശശി തരൂർ മാത്രം പറയായിരുന്നു, മറ്റെന്തെങ്കിലും എത്രയോ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഒറ്റ കാര്യം, ഈ ശശി തരൂരിന്റെ വാക്കുകളിൽ സംശയം ഉളവാക്കുന്നു എന്ന് പറയുമ്പോൾ ആ സംശയം ദൂരീകരിക്കേണ്ടത് UDF-ന്റെയും കോൺഗ്രസിന്റെയും ഉത്തരവാദിത്തമല്ലേ? കാരണം ജനങ്ങൾ കോൺഗ്രസിനൊപ്പം നിൽക്കണം. കോൺഗ്രസിന്റെ നേതാവ് ഇത്തരത്തിൽ പറയുന്നു, കോൺഗ്രസിന് സംശയമുണ്ട്, UDF കൺവീനർക്ക് സംശയമുണ്ട്, ആ സംശയം ദൂരീകരിക്കപ്പെടണം. അല്ല, അത്തരം കാര്യങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, UDF-ന്റെ യോഗം ഇനി വിളിച്ചു ചേർക്കാൻ പോവുകയാണ്. ആ യോഗം വിളിച്ചു ചേർത്ത് അതിനകത്ത് മുതിർന്ന നേതാക്കന്മാരുണ്ട്, അതുപോലെ തന്നെ ഘടകകക്ഷിയുടെ നേതാക്കന്മാരുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്. അങ്ങനെയുള്ള ആളുകളുമായി ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾ നടത്തിയതിന് ശേഷം മാത്രമാണ് ഈ കാര്യങ്ങൾക്ക് പ്രതികരണം നടത്തേണ്ടത്.